ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് ആനന്ദിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നമ്മളിന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഷെഷ്വാൻ സോസ് അല്ലെങ്കിൽ ഷെഷ്വാൻ ചട്നി ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷണൽ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആദ്യം ഒരു കപ്പ് വറ്റൽമുളക്, ഒരു കപ്പ് വറ്റൽമുളക് എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഞട്ട് മാറ്റിയിട്ട് മുളക് ഒരു പാത്രത്തിലെടുക്കുക. അതിലേക്ക് അത് ഫുള്ള് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഒരു കപ്പ് ഫുൾ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം മിനിമം 1 മണിക്കൂറെങ്കിലും ഇത് കുതിർന്ന് കിട്ടാനായിട്ട് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ മുളക് മാത്രം എടുത്ത് ഒരു മിക്സിംഗ് ജാറിലേക്ക് മാറ്റുക. ഫുള്ളും മിക്സിംഗ് ജാറിലേക്ക് മാറ്റുക. അതിലേക്ക് 2 ടീസ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. നന്നായി പേസ്റ്റായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പാകം, അതിലെ കറക്റ്റ് പാകം ഇതാണ്. പിന്നെ ഒരു പാനിൽ ഒരു 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുക്കുക. സൺഫ്ലവർ ഓയിൽ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളുത്തുള്ളി, 2 ടീസ്പൂൺ വെളുത്തുള്ളി അതിലേക്ക് ഇടുക. അതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിരിക്കും, മാക്സിമം ചെറുതാക്കാൻ പറ്റുന്ന രീതിയിൽ ചെറുതായിട്ട് മാക്സിമം ചെറുതാക്കുക. എന്നിട്ട് അത് ഫുൾ അതിൻ്റെ പച്ചപ്പ് മാറുന്ന രീതിയിൽ ഫുള്ളൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അതിലേക്ക് നമ്മുടെ ആദ്യം മാറ്റി വെച്ച് മിക്സർ ജാറിൽ ഇട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്ത നമ്മുടെ വറ്റൽ മുളക് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വശക്കി എടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വശന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. ഒരു 2 ടീസ്പൂണോളം വെള്ളം മതിയാകും. കുറച്ച് കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് 2 ടീസ്പൂൺ വിനീഗർ ഒഴിക്കാം. 2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചെടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒരുപാട് ഡ്രൈ ആക്കരുത്. അതിന് ഏകദേശം ഡ്രൈ ആയി തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് വിനീഗർ ഒഴിക്കണം. എന്നിട്ട് 2 ടീസ്പൂൺ സോയ സോസ്, പുളി കൂടുതൽ വേണം എന്നുള്ളവർക്ക് സോയ സോസ് കൂട്ടാം. പിന്നെ 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫുള്ള് നന്നായിട്ട് പിടിച്ച് വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഉപ്പ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഉപ്പിടാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതേപോലെ കൂടുതൽ നാളെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ എണ്ണ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അതേപോലെ വിനീഗറും കൂടുതലായിട്ട് ഉപയോഗിക്കുക. അങ്ങനെ നമ്മുടെ ഷെഷ്വാൻ സോസ് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്